അതിശക്തമായ ചൂടാണ്. ചൂട് ഓരോ ദിവസം ചെല്ലുമ്പോഴത്തേക്കും കൂടി വരികയാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങൾ ചൂടുകുരുവിനാൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ എന്നാലും ഐ തോട്ട് ഒന്നും കൂടെ പറയാമെന്ന്. നിങ്ങൾ കഴിവതും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. വീടിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ ഉടുപ്പിടിയിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വായു സർക്കുലേഷൻ ഉണ്ടാവട്ടെ. ചൂട് കൂടി കഴിയുമ്പോൾ വേർപ്പ് ഗ്രന്ഥികൾ വീർത്ത് ആ വേർപ്പിന് പുറത്തേക്ക് പോരാൻ പറ്റാതെ തിളിർത്ത് വരുന്നതാണ് ചൂടുകുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൗഡർ ഇടരുത്. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഹെയർ ഫോളിക്കിൾസ് ബ്ലോക്കായി കഴിയുമ്പോൾ ആ സെബമിന് പുറത്തേക്ക് വരാൻ പറ്റാതെ അത് പിന്നെയും ചുവന്ന് തിളിർത്ത് വരുന്നതാണ്. തൽക്കാലത്തേക്ക് പൗഡർ ഇടുമ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. 2 നേരം കുഞ്ഞുങ്ങളെ നോർമൽ വെള്ളത്തിൽ കുളിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇടയ്ക്ക് തണുത്ത വെള്ളത്തിൽ, ഈവൻ ഐസ് ഇട്ട വെള്ളത്തിലാണെങ്കിൽ തുണി മുക്കി ജസ്റ്റ് തുടച്ചു കൊടുക്കുക. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. കുഞ്ഞുങ്ങളെ പുറത്ത് കളിക്കാനായിട്ട് അവർക്ക് അറിയില്ല, അവർ ഓടി കളിക്കാൻ പോകും. പക്ഷെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ സൂര്യാഘാതം ഏൽക്കുന്നുണ്ട്. കഴിവതും പുറത്തും മുഖത്തും ഒക്കെയാണ് കാണുന്നത്. ചുവന്ന് തിളിർത്ത് വരുന്നതായിരിക്കും. ചെറിയ നീറ്റിലും വരുന്നതാണ്. നമ്മൾ അങ്ങനെ കാണുകയാണെങ്കിൽ വേഗം വെള്ളം ഒഴിച്ച് കഴുകുക. അത്യാവശ്യം ലാക്ടോകലാമിൻ പുരട്ടാവുന്നതാണ്. അസഹനീയമായ ചൊറിച്ചിലാണെങ്കിൽ ലാക്ടോകലാമിൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ ഒന്ന് ചെറിയ തണുപ്പോടുകൂടി പുരട്ടിയാലും കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുക. ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാനായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുക.